ഇന്ത്യൻ ക്രിക്കറ്റിൽ എക്സ്ട്രാ ഓർഡിനറി ആയ ഒരു ക്രിക്കറ്റർ ഉണ്ടെങ്കിൽ ആ താരം ആരായിരിക്കും? T20 ക്രിക്കറ്റിലാണെങ്കിൽ അതിന് സൂര്യകുമാർ യാദവ് എന്ന ഒരു പേരെ ഉണ്ടായിരിക്കുകയുള്ളൂ. 2023 മികച്ച രാജ്യാന്തര T20 താരമായി ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവിനെ ICC തിരഞ്ഞെടുത്തു. തുടർച്ചയായ രണ്ടാം തവണയാണ് താരത്തെ തേടി ഈ പുരസ്കാരം എത്തുന്നത്. 2023 17 ഇന്നിംഗ്സിൽ നിന്നായി 48.86 ശരാശരിയിൽ 733 റൺസാണ് സൂര്യകുമാറിന്റെ സമ്പാദ്യം. 155.95 ആണ് പ്രഹരശേഷി. 2 സെഞ്ചുറിയും 4 അർദ്ധ സെഞ്ചുറിയും ഇക്കാലയളവിൽ താരം സ്വന്തമാക്കിയിട്ടുണ്ട്. പോയ വർഷം അന്താരാഷ്ട്ര T20യിൽ ഇന്ത്യക്കായി കാഴ്ചവെച്ച മിന്നും പ്രകടനമാണ് സൂര്യകുമാർ ഈ പുരസ്കാരത്തിന് അർഹനാക്കിയത്. 2023 കളിച്ച 18 T20 മത്സരങ്ങളിൽ നിന്ന് 2 സെഞ്ചുറികളടക്കം 733 റൺസായിരുന്നു സൂര്യകുമാർ സ്കോർ ചെയ്തത്. മുംബൈയിലെ തെരുവുകളിൽ ക്രിക്കറ്റ് കളിച്ചു നടന്ന ബാല്യമായിരുന്നു സൂര്യകുമാറിന്റേത്. കുട്ടിയുടെ അടങ്ങാത്ത കളിപ്രേമം മനസ്സിലാക്കിയ അച്ഛൻ സൂര്യകുമാറിനെ ക്രിക്കറ്റ് അക്കാദമിയിൽ ചേർക്കുന്നു. അങ്ങനെയാണ് ക്രിക്കറ്റ് ടൂർണമെന്റുകളിൽ സൂര്യകുമാർ കളിച്ചു തുടങ്ങുന്നത്. മുംബൈക്ക് വേണ്ടി രഞ്ജി ട്രോഫിയിലാണ് സൂര്യകുമാർ അരങ്ങേറിയത്. ആദ്യ മത്സരത്തിൽ തന്നെ തിളങ്ങിയ താരം പിന്നീടുള്ള സീസണുകളിലെല്ലാം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 2011-12 രഞ്ജി ട്രോഫിയിൽ 9 മത്സരങ്ങളിൽ നിന്നായി 754 റൺസാണ് താരം അടിച്ചുകൂട്ടിയത്. ആഭ്യന്തര മത്സരങ്ങളിലെ സ്ഥിരതയാർന്ന പ്രകടനം സൂര്യകുമാറിനെ വേറിട്ട് നിർത്തി. ക്രീസിൽ ഇരുന്നും കിടന്നും ചെരിഞ്ഞുമെല്ലാം പന്തിനെ പറത്തുന്ന മാന്ത്രികൻ, അതായിരുന്നു സൂര്യകുമാർ യാദവ്. ICC 2020 ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാമനായവൻ. 869 പോയിന്റ് നേടിയാണ് ഒന്നാമതെത്തിയത്. ഒരു കലണ്ടർ വർഷത്തിൽ 2020യിൽ 1000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരം. 2012 മുംബൈ ഇന്ത്യൻസിനായി ഒരു മത്സരം മാത്രമാണ് താരം കളിച്ചത്. 2014 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് താരത്തെ സ്വന്തമാക്കുന്നത്. 2015 IPL-ൽ മുംബൈക്കെതിരെ തകർപ്പൻ പ്രകടനം നടത്തിയതോടെയാണ് സൂര്യകുമാർ കളിയാരാധകരുടെ ശ്രദ്ധ നേടിയത്. പിന്നീട് അങ്ങോട്ട് IPL സീസണുകളിൽ സ്ഥിരതയാർന്ന പ്രകടനം നടത്തിക്കൊണ്ട് സൂര്യകുമാർ തന്റെ ഗ്രാഫ് ഉയർത്തിക്കൊണ്ടേയിരുന്നു. 2018 മുംബൈ ഇന്ത്യൻസിലേക്ക് തന്നെ താരം കൂടുമാറി. 2020 IPL സീസണാണ് സൂര്യകുമാർ യാദവിന്റെ ഏറ്റവും മികച്ച സീസണുകളിൽ ഒന്ന്. 16 മത്സരങ്ങളിൽ നിന്നായി 480 റൺസാണ് താരം അടിച്ചുകൂട്ടിയത്. 4 അർദ്ധ സെഞ്ചുറികളും നേടി. അയാൾ എന്തുകൊണ്ട് ഇന്ത്യൻ ടീമിൽ ഇടം നേടുന്നില്ല എന്ന ചോദ്യങ്ങൾക്ക് അപ്പോഴേക്കും ഉയർന്നു കഴിഞ്ഞിരുന്നു. അയാളുടെ പ്രകടനങ്ങൾ അവഗണിക്കാൻ സെലക്ടർമാർക്കും കഴിഞ്ഞില്ല. അങ്ങനെയാണ് 2022 ഇംഗ്ലണ്ടിനെതിരായ 2020 സ്ക്വാഡിൽ അയാളുടെ പേരും ഉൾപ്പെടുന്നത്. അരങ്ങേറ്റ മത്സരത്തിൽ നേരിട്ട ആദ്യ പന്ത് തന്നെ സൂര്യകുമാർ അതിർത്തി കടത്തി. അടങ്ങാത്ത ആവേശത്തോടെ പിന്നെയും അടിച്ചുകൂട്ടി. പിന്നാലെ അർദ്ധ സെഞ്ചുറി നേടി. വൈകാതെ ഏകദിന ടീമിലേക്കും താരം തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് ഇന്ത്യക്കായി നിരവധി പരമ്പരകളിൽ സൂര്യകുമാർ ഇടം നേടി. 2021 2020 ലോകകപ്പും കളിച്ചു. വരാനിരിക്കുന്ന 2020 ലോകകപ്പിൽ ഇന്ത്യയുടെ 4ാം നമ്പർ പൊസിഷൻ അയാൾക്കുള്ളതാണ്.